വേം പറ. 2 നോമ്പെടുത്ത്. ഞാൻ എപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ നോമ്പെടുത്താല് എനിക്ക് പൈസ തരുമെന്ന്? ഉടായിപ്പേ. എന്താ വണ്ടി? 2 ഐസ്ക്രീം, 2 നോമ്പിന് 2 ഐസ്ക്രീം. പറഞ്ഞു വരുന്നത് ഇവനെ നോമ്പ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോ മായി കൊടുക്കുന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാനപ്പോഴാണ് പറഞ്ഞ് നിൽക്കുക ഓർമ്മയില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് കോഴിപ്പീടിയൊക്കെ പെരുന്നാൾ തലേയൊക്കെ അല്ലേ, കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞവന് ഈ ജംസ് കണ്ടപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു. ഓക്കെ സെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം അവന് വാങ്ങിക്കൊടുത്ത്. നമ്മളെ സ്വന്തം അബുക്കാൻ്റെ വീഡിയോയിലുള്ളത്. അബുക്കായി കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാണ്ടിരിക്കും ഒരു കാര്യം എന്തോ തരുന്നു. അങ്ങനെ ഓരോ പുരയിൽ ഇറങ്ങി ഞാൻ നേരെ പോയത് നോമ്പ് തുറക്കാനാണ്. വേറെ കിട്ടുമല്ലോ എൻ്റെ ഓളാർക്ക്. ഇതൊക്കെ തിന്നു കഴിഞ്ഞപ്പോൾ ഒരൊരു സ്ഥലം വരെ പോകാണ്ട് എന്ത് ചെയ്തു. ഇതേ പാറ്റേൺ തന്നെ സാധനം വാങ്ങാൻ. ഇതൊന്നുകൂടി നമ്മൾ എന്താ പറയുക ഇവൻ്റ് ചെയ്ത് കാണണമെന്ന്. പെരുന്നാത്താലായതുകൊണ്ട് എല്ലാ പൊരിലും ഇതേ സെയിം പരിപാടി തന്നെ നടന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അവൾക്ക് ബനിയൻ എടുക്കണം പോലും, ടീഷർട്ട്. അതെടുക്കാൻ വേണ്ടി ഇനിയും കൂട്ടി കഴിഞ്ഞാൽ ആണുങ്ങളെ ടീഷർട്ട് തന്നെ വേണം. ടീഷർട്ട് കണ്ടപ്പോൾ ഞാൻ ഒന്നെടുത്ത് കഴിഞ്ഞ് ഫിറ്റ് ചെയ്ത് നോക്കി. വലിയ ഓണം കുന്നമംഗലുള്ള എന്നെ ഓള് കൊടുവള്ളി എത്തിച്ച്. കൊടുവള്ളി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആടെയും പോയി തിരിഞ്ഞ് ഞാൻ ആകെ ക്ഷീണിതനായി. ഒരു നാരങ്ങ സോഡ കുടിച്ചിട്ട് ഒരടി എനിക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ എന്ന പരുവത്തിലായി ഞാൻ. ഈ ഉത്തരം ഞാൻ ഏറെക്കുറെ പ്രതീക്ഷിച്ചതാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ചുരണ്ടി ഐസും തിന്നും കാഞ്ഞ് വണ്ടി വിട്ടാലോ എന്ന് ചോദിച്ചപ്പോൾ പറയാം പോരാ എനിക്കത് വാങ്ങിയിട്ടേ പോരുള്ളൂ. പിന്നെ ഏടോ പോയിട്ട് ഏതോ ഒന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ടുമാറോ ബൈ.